സൈഫുന്നീസ അലിയാറുണ്ട് പടമുകളിലെ സിദ്ദിഖിന്റെ വീടിന് സമീപത്തു നിന്നും. സൈഫുന്നീസ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ സിദ്ദിഖ് ഈ പടമുകളിലെ വീട്ടിൽ എത്തിയിരുന്നു എന്ന് തന്നെയാണ്. സൈഫുന്നീസ ആദ്യം മുതൽ ഈ കേസ് ഫോളോ ചെയ്യുന്ന ഒരാളായത് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ആരോപണം വന്നതിന് ശേഷം, കേസ് വന്നതിന് ശേഷമാണ് സിദ്ദിഖ് സ്ഥാനം ഒഴിയുന്നത്. അതിനുശേഷം അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്, ഷൂട്ടിങ്ങിന്റെ ഭാഗമായി പലയിടങ്ങളിലും എത്തുന്നുണ്ട്. ഈ കേസ് ഇത്രയും ഗുരുതരമായ കേസായിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇന്നിപ്പോൾ ഹരീഷ് വാസുദേവനും പരാതിക്കാരിയും ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയായിരുന്നു. SIT എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? പ്രബലനായ ഒരു വ്യക്തിയാണ്, സെലിബ്രിറ്റിയാണ്. അദ്ദേഹം പൊതുസമൂഹത്തിൽ സ്വൈരവിഹാരം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം പോലും പൊതുവേദിയിൽ എത്തുകയും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലും എത്തിയിരുന്നതായുള്ള വിവരങ്ങളാണ് വരുന്നത്. അങ്ങനെയുള്ള ആളിൽ നിന്നും തെളിവ് ശേഖരിക്കുന്നതിനുള്ള നീക്കമോ ഒന്നും ഉണ്ടായില്ല. ഇത് തെളിവ് നശിപ്പിക്കുന്നതിലേക്ക്, ഒപ്പം സാക്ഷികളെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നതിലേക്ക് വഴിവെച്ചിരിക്കാം എന്ന കൃത്യമായ കാര്യം തന്നെയാണ്, വിമർശനം തന്നെയാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത്. അഭിഭാഷകനും ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ കോടതി ഇന്നിപ്പോൾ കൃത്യമായി പറയുന്നുണ്ട്, ആരായാൽ തന്നെയും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്, ജാമ്യം നൽകേണ്ട കേസല്ല എന്ന് തന്നെ കോടതി പറഞ്ഞു വെക്കുകയാണ്. അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ അപ്പോഴും ആശങ്ക ഇത് തന്നെയാണ്. പ്രബലനായ വ്യക്തി, അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. പൊതുസമൂഹത്തിൽ എവിടെയോ അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നേ ഉള്ളൂ. പക്ഷേ സഹായിക്കാൻ ഇപ്പോഴും ആളുകൾ ഉണ്ടാകുമെന്നതിൽ കൃത്യമായ അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ? ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിനീത, ഈ പ്രതിയായിരിക്കുന്ന ആൾ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി ഒരു 10-40 വർഷമായി മലയാള സിനിമയിൽ മുൻനിര നായകനായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല, മറ്റു പല പ്രവർത്തനങ്ങളിലുമെല്ലാം ഏർപ്പെട്ടിട്ടുള്ള ഒരാളുമാണ്. AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരികയും ചെയ്തത്. സാധാരണ ഒരു കേസിൽപ്പെട്ട പ്രതിയുടെ രീതിയിലുള്ള മാനസിക നിലയിലേക്ക് സിദ്ദിഖ് ഈ ഘട്ടത്തിൽ പെരുമാറേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു കേസ് വരുമ്പോൾ അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും മുൻകൂർ ജാമ്യം റദ്ദാക്കപ്പെടുകയും ചെയ്താൽ ആ കേസിനെ നിയമപരമായി നേരിടുക എന്നതാണ് ഈ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കലാകാരൻ എന്ന രീതിയിൽ സിദ്ദിഖ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ആ നിലയിലല്ല സിദ്ദിഖിന്റെ പ്രവൃത്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെ 3:30 ശേഷമാണ് ഈ വീട്ടിൽ നിന്ന് സിദ്ദിഖ് പോയത് എന്ന് അറിയുന്നു. അങ്ങനെ പോയെങ്കിൽ അത് എവിടേക്കാണ് പോകുന്നതെന്ന് ഏതെങ്കിലും തരത്തിൽ ഈ SIT ടീമുമായി അറിയിക്കാനുള്ളൊരു സാമാന്യ മര്യാദ പോലും സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതായത് മുൻകൂർ ജാമ്യം റദ്ദാക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തള്ളുകയാണ് എങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒളിവിൽ കഴിയാമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സിദ്ദിഖ് ഇന്ന് പുലർച്ചെ ഇവിടെ നിന്ന് പോയത് എന്നാണ് അറിയുന്നത്. അതുകൂടാതെ തന്നെ ഈ നിമിഷം വരെ, അതായത് ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതാണ്. അതല്ലെങ്കിൽ സിദ്ദിഖിന് തന്നെ ഇക്കാര്യത്തിൽ SIT ടീമുമായി ബന്ധപ്പെട്ട കൂടിയാലോചിച്ച്, അതല്ലെങ്കിൽ ഇക്കാര്യത്തിൽ താൻ ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്നോ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ ചെയ്യേണ്ടത്. പക്ഷെ സിദ്ദിഖ് ആ നിലയിലൊന്നുമല്ല, ഒരു പ്രതി എന്നതിലേക്ക് മാത്രം ഒതുങ്ങി നിന്ന് ഇക്കാര്യത്തെ കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ളതിലേക്ക് മാത്രം, ഒരു അറസ്റ്റ് ഭയപ്പെട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് സിദ്ദിഖ് നിലവിൽ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലാണ് സിദ്ദിഖ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടേക്കെന്ന് പറയാതെ, മറ്റാരുമായും ബന്ധപ്പെടാതെ ഒളിവിൽ കഴിയാനുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘം ഈ ഭാഗത്താണ് ഒരു വീഴ്ച സംഭവിച്ചു പോയതായി അവർക്ക് തന്നെ മനസ്സിലാകുന്നത്. കാരണം നമ്മൾ നേരത്തെ നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലാണ് സിദ്ദിഖ് ഉള്ളതെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഇത് ഏത് ഹോട്ടലിലാണ് എന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായി. അതായത് ചില സംശയങ്ങളുള്ള ചില ഹോട്ടലുകളിൽ പോലും ഒരു അരമണിക്കൂർ മുൻപ് പോലും പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് സിദ്ദിഖ് അവിടെ താമസമുണ്ടോ എന്ന് അന്വേഷിച്ചതായി നമ്മൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു അരമണിക്കൂർ മുൻപ് പോലും അന്വേഷണ സംഘം ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇപ്പോഴും സിദ്ദിഖ് ഏത് ഹോട്ടലിലാണ് ഉള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യുവാനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായി. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഈ പ്രതികളായുള്ളവർ കൊച്ചി കേന്ദ്രീകരിച്ചുള്ളവരാണ്. കൊച്ചിയിൽ തന്നെ പ്രധാനപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒക്കെ സിദ്ദിഖ് പൊതുപരിപാടികളിൽ സിദ്ദിഖ് പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്താണ്. ശരി, ഒരു തരത്തിലുള്ള നിരീക്ഷണവും സിദ്ദിഖിന് വേണ്ടി നടത്തിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഘട്ടത്തിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സിദ്ദിഖിനായുള്ള ഒരു അന്വേഷണം ഈ ഘട്ടത്തിൽ നടത്തേണ്ടി വരുന്നതെന്ന് വേണം പറയാൻ.
വിനീത. ശരി, ഏതായാലും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സിദ്ദിഖ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഹൈക്കോടതി വിധിന്യായത്തിൽ തന്നെ രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. ശക്തമായ നിലപാട് തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയാൽ തന്നെയും ഇക്കാര്യത്തിൽ സിദ്ദിഖിനെ തിരിച്ചടി നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സിദ്ദിഖിനായി എറണാകുളത്ത് വല വിരിച്ചു കഴിഞ്ഞു പോലീസ്. കൃത്യമായ വിവരങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും നിമിഷങ്ങൾ ഏറെ നിർണായകവും